എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൃദുൽ ശിവദാസ്. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പേര് മനുഷ്യബന്ധങ്ങൾ ഒറ്റയിണ മതിയോ എന്നുള്ളതാണ്. പുരുഷന് ഒറ്റയിണ മതിയോ എന്നുള്ളതല്ല, ഇത് മനുഷ്യർ മോണോഗാമസ് ആണോ പോളിഗാമസ് ആണെന്നുള്ളതാണ് എന്താ പറയുക എൻ്റെ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം. ആദ്യമായി എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സാപ്പിയൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് നന്ദി പറയുന്നു. തുടങ്ങാം, നമുക്ക് നേരെ വിഷയത്തേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, മനുഷ്യർ മോണോഗാമസ് ആണെന്നാണോ പോളിഗാമസ് ആണെന്നാണോ? ഇപ്പോൾ മോണോഗാമസ് ആണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? മനുഷ്യർ എല്ലാവരും പോളിഗാമി ആൾക്കാരാണല്ലേ? സംശയമുള്ളൂ. അതെ, ഓക്കെ. പോളിഗാമസ് ആണെന്ന് കരുതുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, ഭൂരിപക്ഷവും പോളിഗാമസ്. അപ്പോൾ ബാക്കിയുള്ളവർ സംശയമുള്ളവരായിരിക്കല്ലേ? മോണോഗാമസ് ആണോ പോളിഗാമസ് ആണോ എന്ന് സംശയമുള്ള ആൾക്കാരായിരിക്കല്ലേ? അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യർ മോണോഗാമസ് ആണോ പോളിഗാമസ് ആണോ എന്നുള്ളൊരു വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ടോക്കുകൾ ഒന്ന് എതിരൻ കതിരവൻ സാറിൻ്റെ മനുഷ്യൻ ഏകയിണ ജീവിയല്ല എന്ന് പറയുന്ന എന്നാ ഒരു ടൈറ്റിലുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുപോലെ മൈത്രേയൻ്റെ ഒറ്റ ഇണ മനുഷ്യർക്ക് സാധ്യമല്ല എന്നുള്ള ടൈറ്റിലുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ബേസിക്കലി പറയുന്നത് മനുഷ്യർ പോളിഗാമസ് ആണ്, മോണോഗമി എന്ന് പറയുന്നത് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ബേസിക്കലി പറയുന്നത് സമൂഹത്തെ പേടിച്ച് മനുഷ്യൻ ഒറ്റ ഇണ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഒതുങ്ങി വരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നെ എതിരൻ കതിരൻ സാറ് പറയുന്നുണ്ട്, ഇപ്പം സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിലേക്ക് വരുമ്പോഴാണ് എന്താ പറയുക മോണോഗമി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നത്. അതിന് മുൻപ് പോളിഗാമസ് ആയിരുന്നു എന്നുള്ളൊരു സജഷനാണ് എതിരൻ കതിരൻ സാറ് പറയുന്നത്. ഇപ്പം നിങ്ങളിരിക്കുന്ന മിക്കവാറും, ഇപ്പം ഞാൻ നേരത്തെ കണക്കെടുത്തതുപോലെ നിങ്ങൾ മിക്കവാറും ഈ ഒരു വാദങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുക, അങ്ങനെ ധരിക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മൈത്രേയൻ ഇതിനകത്ത് ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ അതിനകത്ത് മൈത്രേയൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 50,000 കോടി ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അംബാനി ഒരു കോന്തനാണെന്നുള്ള രീതിയിലൊക്കെ മൈത്രേയൻ പറയുന്നുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും വലിയ ചർച്ച ഉണ്ടാവാൻ ഇത് ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം പറയുന്നത് മനുഷ്യൻ മോണോഗാമസ് എന്നാണ്. വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്കത്. ഞാൻ തെളിവ് തരാം. ഞാനിവിടെ ഒരു 6 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഈ 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് ഒന്നുകിൽ സയൻറ്റിസ്റ്റുകളാണ്, ഈ വിഷയത്തിൽ എവല്യൂഷണറി സൈക്കോളജിസ്റ്റുകളാണ്, അല്ലെങ്കിൽ സയൻസ് ജേർണലിസ്റ്റുകളാണ്. അവർ ഈ പറയുന്ന സയൻറ്റിസ്റ്റുകളുടെ സ്റ്റഡീസ് എടുത്തിട്ട് അവർ കോട്ട് ചെയ്തിട്ടാണ് അവർ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ബേസിക്കലി ഞാൻ പറയുന്ന മുഴുവൻ സയൻസാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ സംഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി പറയാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഞാൻ പറയുന്നതല്ല, ഇവർ പറയുന്നതാണ്. ശരിക്കും ഇത് എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഈ സയൻറ്റിസ്റ്റുകൾ ഞാൻ അതുപോലെ കോട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യർ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ജീവികളല്ലല്ലോ, നമ്മൾ പടിപടിയായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ജീവികൾ. നമുക്ക് ആ കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ലല്ലോ. മനുഷ്യർ പരിണാമത്തിലൂടെ വന്ന ജീവികളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മുടെ പൂർവികർ പോളിഗാമസ് ആയിരുന്നു. പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് മോണോഗമി ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ പൂർവികർ മോണോഗാമസ് ആയിരുന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഒരു ജീവിവർഗം മോണോഗാമസ് ആവുന്നതിനും പോളിഗാമസ് ആവുന്നതിനൊക്കെ കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിനി വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്തുകൊണ്ടാണ് മനുഷ്യർ മോണോഗാമസ് ആണെന്നുള്ളത് പറയുന്നതിൻ്റെ കാരണങ്ങൾ, ശാസ്ത്രീയമായ തെളിവുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു 6 പുസ്തകങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നുണ്ട്. അതിലാദ്യത്തെ പുസ്തകം ഡേവിഡ് ബസ് എന്ന് പറയുന്ന സുപ്രസിദ്ധ നിങ്ങൾ എവല്യൂഷണറി സൈക്കോളജി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേവിഡ് ബസ് എന്നുള്ള പേര് കേൾക്കാതിരിക്കില്ല. കാരണം ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഡേവിഡ് ബസ്. അദ്ദേഹത്തിൻ്റെ ദ ഹാൻഡ് ബുക്ക് ഓഫ് എവല്യൂഷണറി സൈക്കോളജി
എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡേവിഡ് ബസ് പറയുന്നുണ്ട്, ഹ്യൂമൻസ് ലിവ് ഇൻ ഫാമിലീസ്. A central relationship in virtually all human social systems is that between husband and wife. Hunter-gatherers mostly had serially monogamous marriage, no heritable wealth of consequence, and relatively egalitarian social systems. Hunter-gatherers, നമ്മുടെ പൂർവികർ ഹണ്ടർ-ഗ്യാദറേഴ്സ് ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. വേട്ടയാടിയും പെറുക്കിയും നടന്നിരുന്ന ആൾക്കാരാണ്. നമുക്ക് എന്താ പറയുക, പാരമ്പര്യമായിട്ട് സ്വത്ത് എന്ന് പറയുന്ന സാധനം പകർന്നു കൊടുക്കാൻ എന്താ പറയുക, അങ്ങനെ ഒരു വെൽത്തൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നായാടിയും വേട്ടയാടിയും നടന്നിരുന്ന കാലം തൊട്ട് തന്നെ മനുഷ്യർ മോണോഗമസ് ആണെന്നാണ് പറയുന്നത്. അല്ലാതെ സ്വത്ത് ഉണ്ടായതിനു ശേഷം ഉണ്ടായി വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മോണോഗമി. ഡേവിഡ് ബസ് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഇനി അടുത്തത്, ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാം, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. മോണോഗമി പോളിഗമി എന്ന് പറയുമ്പോൾ നമ്മളതിനൊരു പർദ്ദ ബിക്കിനി എന്നുള്ള ഒരു ഡ്യുവാലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പെക്ട്രം പോലെയാണ്. ഇപ്പം ചില ജീവികൾ വളരെ ലോയലാണ്, വളരെ മോണോഗമസ് ആണ്, അവർക്ക് ജീവിതകാലത്തിൽ വേറെ ഇണയുണ്ടാവില്ല. അങ്ങനെയുള്ള ജീവികളുണ്ട് ഭൂമിയിൽ. ചില ജീവികൾ അതിന് നേരെ ഓപ്പോസിറ്റ്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ജീവികളുണ്ട്, അതായത് കൂടുതൽ മോണോഗമിയോട് അടുത്ത് നിൽക്കുന്ന, എന്നാൽ അവരിൽ കുറേശ്ശൊക്കെ എന്താ പറയുക വേലിചാട്ടങ്ങളുണ്ടാവും. മനുഷ്യരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോണോഗമി എന്നതിനേക്കാൾ സീരിയൽ മോണോഗമി, അതാണ് പരിണാമം മനുഷ്യരിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അതായത് ജീവിതകാലം മുഴുവൻ ഒറ്റയാണെന്നുള്ളൊരു നിലപാടൊന്നുമില്ല. മനുഷ്യരിലെ റിലേഷൻഷിപ്സ് ഉണ്ടാവും, ബ്രേക്കപ്സ് ഉണ്ടാവും, അപ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഒരു സമയം ഒരിണ, ആ അർത്ഥത്തിൽ മോണോഗമി. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇണ അങ്ങനെ നിർബന്ധമില്ല, അങ്ങനെ ആയിക്കൂടായില്ല. അതാണ് സീരിയൽ മോണോഗമി. നമ്മളുടെ ഇണ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലോ അടുത്ത ഇണ എന്നുള്ളൊരു നിലപാട് മനുഷ്യരിലുണ്ട്. പിന്നെ അപൂർവമായിട്ട് ഈ പറയുന്ന പോലെ വേലിചാട്ടങ്ങൾ മനുഷ്യരിലുണ്ട്. പക്ഷേ നമ്മൾ ഒരു സ്പീഷീസിൻ്റെ സ്വഭാവം പറയുന്ന സമയത്ത് ഭൂരിപക്ഷം ആളുകളും ഭൂരിപക്ഷം സമയത്തും എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതല്ലേ പറയേണ്ടതല്ല. അത് ഒക്കേഷണലി നടക്കുന്ന വേലിചാട്ടങ്ങളല്ലല്ലോ, അല്ലേ? കൂടുതൽ പേരും കൂടുതൽ സമയത്ത് എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അത് ചരിത്രപരമായി നോക്കിയാൽ തന്നെ നമ്മൾ നായാടിയും പെറുക്കിയും നടന്നിരുന്ന സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഹ്യൂമൻസ് ലിവ് ഇൻ ഫാമിലീസ്. ഇപ്പം കുടുംബം ആണ് മനുഷ്യൻ്റെ എന്താ പറയുക നോം. പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ, കുടുംബം എന്ന് പറയുമ്പോൾ അത് ഒരാണും ഒരു പെണ്ണും ഉള്ള കുടുംബം മാത്രമല്ല. ഇപ്പോൾ സൊസൈറ്റികൾ, ബഹുഭൂരിപക്ഷം സൊസൈറ്റികളും മോണോഗമിയാണ് ലീഗലി ആണെങ്കിലും പ്രാക്ടീസ് ചെയ്തിരുന്നത്. ചില സൊസൈറ്റികൾ പോളിഗമി അനുവദിച്ചിരുന്നു. അതായത് രണ്ട് രീതിയിലുണ്ട്. അതായത് ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഇണകൾ സാമൂഹ്യമായി അംഗീകരിച്ചിരുന്ന സൊസൈറ്റികളുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാർ എന്താ പറയുക സാമൂഹ്യമായി അംഗീകരിച്ചിരുന്ന സൊസൈറ്റികളുണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ഈ പറയുന്ന പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീ, ആ ഒരു നിലപാടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോളിഗമി നിയമം മൂലം അംഗീകരിച്ചിരുന്ന സൊസൈറ്റികളിൽ പോലും, അല്ലേ, ഇപ്പോൾ ഒരു പുരുഷനെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിയമപരമായിട്ട് അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കാൻ എന്നുള്ള സൊസൈറ്റികളിൽ പോലും കൂടുതൽ പേരും പ്രാക്ടീസ് ചെയ്തിരുന്നത് മോണോഗമി തന്നെയാണ്. അതുപോലെ ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരാവാം എന്നുള്ള അത് സോഷ്യലി അംഗീകരിച്ചുള്ള സൊസൈറ്റികളിൽ പോലും കൂടുതൽ പേരും മോണോഗമസ് പെയർ ബോണ്ടിങ് ആണ് ഫോളോ ചെയ്തിരുന്നത്. ഞാനതാ പറഞ്ഞത്, ഒരു സ്പീഷീസിൻ്റെ സ്വഭാവം പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഭൂരിപക്ഷം സമയത്തും എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതല്ലേ പറയേണ്ടത്. അടുത്ത പുസ്തകം ഞാൻ പറഞ്ഞു, 6 പുസ്തകങ്ങൾ ഞാൻ കോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എവല്യൂഷണറി സൈക്കോളജി എ ബിഗിനേഴ്സ് ഗൈഡ് എന്ന് പറയുന്ന പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് റോബിൻ ഡൻബാർ, ലൂയിസ് ബാരറ്റ്, ജോൺ ലൈസറ്റ്. ഇവരൊക്കെ സയൻറ്റിസ്റ്റുകളാണ്. എവല്യൂഷണറി സൈക്കോളജി ആ ഒരു ഫീൽഡിൽ എന്താ പറയുക സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള. ഈ പുസ്തകത്തിൽ പറയുന്നത് ഹ്യൂമൻ മേറ്റിംഗ് സിസ്റ്റംസ് ഇൻവോൾവ് പെയർ ബോൺസ് വിച്ച് if not entirely monogamous do tend to encompass a more cooperative engagement in the business of rearing. മനുഷ്യരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായി നമുക്ക് മോണോഗമസ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും പുരുഷന്മാരും സ്ത്രീകളും ഒരു സഹകരണ മനോഭാവത്തോടു കൂടി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നതെന്നാണ് പുള്ളി പറയുന്നത്. എന്നുവെച്ചാൽ എന്താ മോണോഗമസ് പെയർ ബോണ്ടിങ്. ഇനി അടുത്തത് ജാരദ് ഡയമണ്ട്, ആളുടെ വൈ ഈസ് സെക്സ് ഫൺ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്
ജാരഡ് ഡയമണ്ട് പറയുന്നുണ്ട്, മോസ്റ്റ് അഡൾട്ട്സ് ഇൻ മോസ്റ്റ് ഹ്യൂമൻ സൊസൈറ്റീസ് ആർ അറ്റ് എനി ഗിവൺ മൊമെൻറ്റ് ഇൻവോൾവ് ഇൻ എ ലോങ് ടേം പെയർ ബോണ്ട് ദാറ്റ് ഈസ് ഓഫ്റ്റൻ മോണോഗമസ് ഇൻ പ്രാക്ടീസ് ആസ് വെൽ ആസ് ലീഗലി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മോസ്റ്റ് അഡൾട്ട്സ് ഇൻ മോസ്റ്റ് ഹ്യൂമൻ സൊസൈറ്റീസ് അവർ അറ്റ് എനി ഗിവൺ മൊമെൻറ്റ് അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത് ലോങ് ടേം പെയർ ബോണ്ടാണ്, ദാറ്റ് ഈസ് ഓഫ്റ്റൻ മോണോഗമസ്. അത് ലീഗലി ആണെങ്കിലും ഇൻ പ്രാക്ടീസ് ആണെങ്കിലും. പുള്ളി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓവറോൾ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് മോണോഗമി ഹാസ് ഇവോൾവ് ഇൻഡിപെൻഡൻ്റ്ലി at least 7 times in higher primates, in us, in gibbons, and in at least 5 separate groups of monkeys. പുള്ളി പറയുന്നത് എന്താ, മോണോഗമി ഹാസ് ഇവോൾവ് ഇൻ അസ് എന്ന് വെച്ചാൽ എന്താ, മനുഷ്യരിൽ അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടല്ല അതിനർത്ഥം. ഇൻ ഗിബൺസ് നമുക്കറിയാം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അവർ മോണോഗമസ് ആണ്. അതുപോലെ ആൻഡ് ഇൻ അറ്റ്ലീസ്റ്റ് 5 സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഓഫ് മങ്കീസ്. അടുത്തത് ജെഫ്രെ മില്ലർ, അദ്ദേഹത്തിൻ്റെ ദ മേറ്റിംഗ് മൈൻഡ്, ഹൗ സെക്ഷൽ ചോയ്സ് ഷേപ്ഡ് ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ആൾ പറയുന്നുണ്ട്, സീരിയൽ മോണോഗമി ഇസ് എ മേറ്റിംഗ് സ്ട്രാറ്റജി ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഗോ ത്രൂ എ സീരീസ് ഓഫ് മോണോഗമസ് സെക്ഷൽ റിലേഷൻഷിപ്സ് ലാസ്റ്റിംഗ് എ ഫ്യൂ വീക്സ് ടു സെവറൽ ഇയേഴ്സ് ഓവർ ദ കോഴ്സ് ഓഫ് ദെയർ ലൈഫ്സ്. സീരിയൽ മോണോഗമി ഹാസ് പ്രോബബ്ലി ബീൻ ദ നോം ഇൻ ഹ്യൂമൻ എവല്യൂഷൻ. നേരത്തെ പറഞ്ഞ കാര്യം, സീരിയൽ മോണോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈമിനകത്ത് സീരീസ് ഓഫ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. ഈ സീരിയൽ മോണോഗമി എന്നുള്ളതായിരുന്നു മനുഷ്യരിലെ നോം എന്നാണ് ജെഫ്രെ മില്ലർ പറയുന്നത്. ഇനി അടുത്തത് ദ റെഡ് ക്വീൻ, സെക്സ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന പുസ്തകം, മാറ്റ് റിഡ്ലി. പുള്ളി പറയുന്ന കാര്യം, ഇറ്റ് ഈസ് അവർ യൂഷ്വൽ മോണോഗമി, നോട്ട് അവർ ഒക്കേഷണൽ പോളിഗമി, ദാറ്റ് സെറ്റ്സ് അസ് അപ്പാർട്ട് ഫ്രം അതർ മാമൽസ് including apes. അല്ലേ, of the 4 other apes, gibbons, orangutans, gorillas and chimpanzees, only the gibbon practices anything like marriage. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മളുടെ ഇടയിൽ യൂഷ്വലായി കോമണായി നടക്കുന്ന മോണോഗമിയാണ്, അല്ലാതെ ഒക്കേഷണലായിട്ട് നടക്കുന്ന പോളിഗാമി അല്ല. മറ്റ് സ്പീഷീസ്, മറ്റ് മാമൽസിൽ നിന്നും മറ്റ് ഗ്രേറ്റ് ഏപ്സിൽ നിന്നും നമ്മളെ വേറിട്ട് നിർത്തുന്നതെന്ന്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനാക്കുന്നത് ഈ മോണോഗമി ആണ്. മനുഷ്യർ മാത്രമല്ല, പറഞ്ഞ പോലെ ഗിബൺസും വേറെ കുറച്ച് കുരങ്ങന്മാർ. പക്ഷികൾ 90% ഒന്നുകിൽ പ്യുവർലി മോണോഗമസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ്ലി മോണോഗമസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജീവിവർഗം മോണോഗമസ് ആവുന്നതിനും പോളിഗമസ് ആവുന്നതിനൊക്കെ പരിണാമപരമായുള്ള കാരണങ്ങളുണ്ട്. അടുത്ത പുസ്തകം ദ മോറൽ ആനിമൽ, വൈ വി ആർ ദ വേ വി ആർ, ദ ന്യൂ സയൻസ് ഓഫ് എവല്യൂഷണറി സൈക്കോളജി, റോബർട്ട് റൈറ്റ് എഴുതിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ആർ ഹ്യൂമൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ബോൺ ടു ഫോം എൻഡ്യൂറിംഗ് ബോൺസ് വിത്ത് വൺ അനദർ? ദ ആൻസർ ഈസ് ഹാർഡ്ലി ആൻഡ് അൺക്വാളിഫൈഡ് യെസ് ഫോർ either sex. Still, it is closer to a yes for both sexes than it is in the case of, say, chimpanzees. മനുഷ്യരെ ആണുങ്ങളും പെണ്ണുങ്ങളും ലോങ് ടൈം ഇങ്ങനെ ഒരു പെയർ ബോണ്ട് ഉണ്ടായി വരാനുള്ള രൂപത്തിലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് യെസ് എന്നങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ലെങ്കിലും, ഇപ്പോൾ ചിമ്പാൻസികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് യെസ് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മനുഷ്യർ വന്നിട്ടുള്ളതെന്നാണ് റോബർട്ട് റൈറ്റ് പറയുന്നത്. ബേസിക്കലി ഇവരെല്ലാം പറയുന്ന ഒരേ കാര്യമാണ്, മനുഷ്യരെ സ്ട്രിക്ട്ലി മോണോഗമസ് അല്ല. ഞാൻ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ഒക്കേഷണലി വേലിചാട്ടങ്ങൾ നടക്കുന്നുണ്ട്, അത് ആണുങ്ങളുടെ ഇടയിലാണെങ്കിലും പെണ്ണുങ്ങളുടെ ഇടയിലാണെങ്കിലും. പക്ഷേ മോസ്റ്റ്ലി ഭൂരിഭാഗം ആൾക്കാരും ഭൂരിഭാഗം സമയത്തും പ്രാക്ടീസ് ചെയ്തിരുന്നത് മോണോഗമിയാണ്. അതിന് തെളിവാണ് നമ്മളൊക്കെ. അങ്ങനെ ആയിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മളാരോടും ഉണ്ടാവില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ ഈ അടുത്തത് വരുന്നത്. പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി, റോബർട്ട് റിവേഴ്സിൻ്റെ 1972 പുള്ളി പറയുന്നുണ്ട്, ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെന്നുണ്ടെങ്കിലും അവരുടെ കുട്ടികൾക്ക് വേണ്ടി എത്രമാത്രം സമയം, എത്രമാത്രം എനർജി അവരത് നീക്കി വെക്കുന്നുണ്ട് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ. അത് തമ്മിലുള്ള ഒരു എന്താ പറയുക റേഷ്യോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ്, അതാണ് പലപ്പോഴും നല്ല മിക്ക കേസിലും ഒരു ജീവി മോണോഗമസ് ആണോ പോളിഗമസ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. ഇപ്പം മിക്കവാറും പോളിഗമസ് ആയിട്ടുള്ള ജീവിവർഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരിനകത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മെയിൽ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. പലപ്പോഴും അവരെന്താ ചെയ്യുക, അവർ
ഈ ഒരു ബിസിനസ്സിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ബിസിനസ്സിനകത്ത് അവരുടെ ആകെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്പേം മാത്രമായിരിക്കും. അവരത് കഴിയും അടുത്ത ഇണയടുത്തേക്ക് പോകും, അവിടെ കുറച്ച് സ്പേം നിക്ഷേപിക്കുക, അടുത്ത ഇണയടുത്തേക്ക് പോകും. ഈ സ്പീഷീസുകൾ കുട്ടികൾ അച്ഛന്മാരില്ലാതെ വളർന്നോളും. നിങ്ങളേത് പോളിഗാമസ് സ്പീഷീസ് എടുത്ത് നോക്കിയോ, അവിടെ മെയിൽ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യരെ പൂർവികർ പോളിഗാമസ് ആയിരുന്നു. പക്ഷേ ഒരു പരിണാമത്തിലൊരു ഘട്ടം എത്തിയ സമയത്ത് മോണോഗമി ഇവോൾവ് ചെയ്തു വരുന്നു. അത് ഏത് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ 2 കാലിൽ നടന്നു തുടങ്ങിയ സമയം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിസ് സൈസ് കുറയാണ്, ബർത്ത് കനാലിൻ്റെ സൈസ് കുറയാണ്. അതിന് പാരലായിട്ട് നമ്മുടെ എന്താ പറയുക കുട്ടികളുടെ ബ്രെയിൻ വലുതാവുന്നുണ്ട്. അപ്പോൾ ഈ ബർത്ത് കനാലിലൂടെ സ്വാഭാവികമായിട്ട് പ്രസവം ബുദ്ധിമുട്ടായി. അപ്പോൾ അതിന് എവല്യൂഷൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ കുഞ്ഞുങ്ങളെ പ്രീമെച്വറായിട്ട് പ്രസവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ജീവിവർഗ്ഗങ്ങൾ എടുത്ത് നോക്കുക, മനുഷ്യ കുഞ്ഞു പോലെ നിസ്സഹായമായിട്ടുള്ള ജീവികൾ എന്താ പറയുക കുഞ്ഞുങ്ങൾ കുറവായിരിക്കും. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി നമ്മളെ മനുഷ്യക്കുഞ്ഞ് പിറന്നു വീഴുന്ന മനുഷ്യക്കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ 2 പേരൻ്റ് ഒരുപോലെ എന്താ പറയുക അതിന് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് കടുവ പിടിച്ച് തിന്നും, അല്ലെങ്കിൽ പുലി പിടിച്ച് തിന്നും. ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാക്കി വിട്ട് നമ്മളെ അച്ഛന്മാർ അടുത്ത ഇണയടുത്തേക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ കടുവ പിടിച്ച് തിന്നിരുന്നതന്നെ നമ്മുടെ പൂർവികരുടെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഒക്കെ. പിന്നെ നമ്മളുണ്ടാവില്ലായിരുന്നു. മനുഷ്യർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മെയിൽ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റില്ലേ, അതിൻ്റെ ഡിഗ്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ ഹൈ MPI സ്പീഷീസാണ്, ഹൈ മെയിൽ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള സ്പീഷീസാണ്. കുട്ടികളുടെ കാര്യത്തിലേക്ക് ഒരുപാട് ടൈം എനർജി വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന പുരുഷന്മാരാണ് മനുഷ്യന്മാരിലുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ മോണോഗമസ് ആണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ ഡയറ്റും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഭക്ഷണം. ഇപ്പോൾ പോളിഗാമസ് ആയിട്ടുള്ള ജീവികൾ കൂടുതലും വെജിറ്റേറിയൻസ് ആയിരിക്കും. ഈ ഇലയും പൂവും കായൊന്നും ഓടിപ്പോകുന്നില്ലല്ലോ, നമുക്ക് ഈസി ആയിട്ട് ആക്സസബിൾ ചെയ്യാൻ പറ്റുന്ന ഫുഡാണ്. അപ്പോൾ കുട്ടികളെ എന്താ പറയുക ഈ ഫീഡ് ചെയ്യാൻ അമ്മമാർ മതി അവിടെ. മനുഷ്യർ നമ്മൾ എന്താ പറയുക മിശ്ര ബുക്കാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയറ്റിൻ്റെ സിംഹഭാഗവും മാംസമായിരുന്നു. മീറ്റ് അങ്ങനെ ഈസി ആയിട്ട് കിട്ടില്ല, അതിനൊരു ഹണ്ടർ വേണം. അത് ഫാമിലിയിലേക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ ആവശ്യമാണ്. പിന്നെ മനുഷ്യരിൽ പറയുന്ന പോലെ നല്ല രീതിയിൽ പ്രോട്ടീൻ റിക്വയർമെൻ്റ് ഉണ്ട്, ബ്രെയിൻ ഡെവലപ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ. ആസ് ദ ഹ്യൂമൻ ബ്രെയിൻ ഗോട്ട് ബിഗ്ഗർ, മനുഷ്യരുടെ ബ്രെയിൻ വലുതാവുന്നതിനനുസരിച്ച് എന്താണ് കൾച്ചറൽ പ്രോഗ്രാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നു. നോക്ക്, ഒരു കുട്ടിക്ക് 2 പേരൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുകയാണ്, കൂടുതൽ അറിവ് കിട്ടുകയാണ്. ആ കുട്ടി ഒറ്റ പേരൻ്റ് മാത്രമുള്ള കുട്ടീനെ അപേക്ഷിച്ച് അതിനെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എവല്യൂഷൻ എന്താണ് 2 പേരൻസും ഒരുമിച്ച് ഒരു സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക, അതായത് മോണോഗമസ് പെയർ ബോണ്ടിനെ എന്താ പറയുക കൂടുതൽ അതിനോട് പ്രതിപത്തി കാണിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി വേറൊരു കാര്യം കൂടെ, ഈ 2 പേരൻസും ഒരുമിച്ച് നിൽക്കാൻ അല്ലേ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഒരുമിച്ച് നിൽക്കാൻ, അവർ വേറെ ബന്ധങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എവല്യൂഷൻ ഒരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ട്. ഈ 2 ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിൽ പരസ്പരം അട്രാക്ഷൻ തോന്നാൻ, ദീർഘകാലത്തേക്ക് ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഒരു വികാരം മനുഷ്യരിൽ എന്താ പറയുക തലച്ചോറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ പ്രണയം, റൊമാൻറ്റിക് ലവ് എന്ന് വിളിക്കും. അതുമാത്രമല്ല മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യരിൽ പുരുഷന്മാർക്ക് കുട്ടികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യർ ഹൈ MPI സ്പീഷീസ് ആണെന്നുള്ളത് പറഞ്ഞു, പുരുഷന്മാർ മെയിൽസ്. അതായത് ഒരുപാട് സമയം, ഊർജം, എനർജി ഇതൊക്കെ മനുഷ്യർ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി തൻ്റേതാണെന്നുള്ള ഉറപ്പ് പുരുഷനുണ്ടാവണം അവിടെ അല്ലേ. വല്ലവരുടെയും കുട്ടിക്ക് വേണ്ടി ഇത്രയും എനർജി ടൈം സ്പെൻഡ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് പുരുഷൻ്റെ ശരീരത്തിലെ ജീനുകളെ അപേക്ഷിച്ച് ആത്മഹത്യാപരമാണ്. അപ്പം എന്താ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ മെയ്റ്റ് ഗാർഡ് ചെയ്യും അവരെണേനെ, മറ്റ് ഇണകൾ പുരുഷന്മാരെ അപഹരിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പറയുന്ന വികാരം, പ്രണയം എന്ന് പറയുന്ന വികാരം, പ്രണയിക്കുന്ന ജീവിയാണല്ലോ മനുഷ്യൻ. അതുപോലെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള ജീവിയാണ് മനുഷ്യൻ. സ്ത്രീകൾക്ക് എന്തായാലും ഉണ്ടാവും സ്വന്തം കുഞ്ഞെന്നുള്ള കാര്യത്തിൽ സ്ത്രീകൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഒരു മോണോഗമസ് പെയർ ബോണ്ടിൽ മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യർ പോളിഗാമസ് ആണെന്നുണ്ടെങ്കിൽ എന്തോ ഉറപ്പ് എൻ്റെ കുഞ്ഞാണ് ഞാൻ ഈ ചെലവിന് കൊടുക്കണം എന്നുള്ളത്
ഇനി സെക്ഷുവൽ ഡിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ, ശരീര വലുപ്പം, അത് സെക്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഉദ്ദേശിക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള സവിശേഷതകളിലുള്ള വ്യത്യാസം. Males in promiscuous systems have to fight each other for access to fertile females, and that creates an arms race for large body size and even bigger weapons. പോളിഗാമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമിസ്ക്വസ് ആയിട്ടുള്ള ജീവിവർഗങ്ങളിൽ ഫെർട്ടൈൽ ഫീമെയിൽസിന് വേണ്ടി ശക്തമായ മത്സരമുണ്ട്. അവിടെ എന്താണ്, കൂടുതൽ ശക്തനായ കൂടുതൽ വലുപ്പമുള്ള മെയിൽസ് സെലക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ഗോറില്ലകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോറില്ലയിൽ പെണ്ണുകളുടെ ഇരട്ടി വലുപ്പമുണ്ട് ആണുങ്ങൾ. പക്ഷേ അതേസമയം മോണോഗമസ് ആയിട്ടുള്ള ജീവിവർഗങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഏകദേശം ഒരേ സൈസ് ആയിരിക്കും. അവിടെ കോമ്പറ്റീഷൻ ഇല്ല. മനുഷ്യന്മാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ച് വലുപ്പം കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഈ ചിമ്പാൻസികളിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഗോറില്ലകളിൽ കാണുന്ന പോലെ അത്ര വലിയ വലുപ്പ വ്യത്യാസം ഇല്ല. അതുപോലെ സൈസ് ഓഫ് മെയിൽ ടെസ്റ്റീസ് ഈസ് അനദർ ഗുഡ് പ്രെഡിക്റ്റർ ഓഫ് ദ മേറ്റിംഗ് സിസ്റ്റം, വിത്ത് മെയിൽസ് ഫ്രം പ്രൊമിസ്ക്വസ് സ്പീഷീസ് ഹാവിംഗ് മച്ച് ലാർജർ ടെസ്റ്റീസ് ദാൻ മെയിൽസ് ഫ്രം മോണോഗമസ് സ്പീഷീസ്. ടെസ്റ്റിക്കിൾസിൻ്റെ വലുപ്പം ഉണ്ടല്ലോ, അത് പോളിഗാമസ് ആയിട്ടുള്ള സ്പീഷീസുകളിൽ വലുപ്പം ഭയങ്കര കൂടുതലായിരിക്കും. കോമ്പറ്റീഷൻ കൂടുതലുണ്ട്, കൂടുതൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട്. പക്ഷേ മോണോഗമസ് ആയിട്ടുള്ള സ്പീഷീസിൽ അതിൻ്റെ ആവശ്യമില്ല, അത്ര വലിയ ടെസ്റ്റീസ് ആവശ്യമില്ല. മനുഷ്യരിൽ അത്ര വലിയ വലുപ്പ വ്യത്യാസം ഇല്ല. ഇനി അടുത്തതാണ് 2D/4D റേഷ്യോ. 2D/4D റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഡിജിറ്റ് നാലാമത്തെ ഡിജിറ്റ്, അതായത് നമ്മുടെ ചൂണ്ടുവിരലും മോതിരവിരലും തമ്മിലുള്ള വലുപ്പമില്ലേ, നീളം, അതിൻ്റെ ഒരു റേഷ്യോ ആണ് 2D/4D റേഷ്യോ എന്ന് പറയുന്നത്. ഈ 2D/4D റേഷ്യോ എന്ന് പറയുന്നത് ഒരു പ്രഡിക്റ്ററാണ് നമ്മുടെ ഗർഭകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ എക്സ്പോഷറിൻ്റെ. ഈ ടെസ്റ്റോസ്റ്ററോൺ എക്സ്പോഷർ നമ്മൾ എത്രമാത്രം വിശ്വസ്തനായിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ വേലി ചാടാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രഡിക്റ്ററാണ്. നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ എക്സ്പോഷർ ഗർഭകാലത്ത് എത്ര കൂടുതൽ കിട്ടുന്നു, നമ്മൾ അത്രയും പ്രോമിസ്കസ് ആവും, നമ്മൾ അത്രയും ലോയൽറ്റി നമ്മളിൽ കുറയും. ഇപ്പോൾ പോളിഗാമസ് സ്പീഷീസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ റേഷ്യോ കുറവായിരിക്കും, അതായത് ഈ വിരൽ നീളം കൂടുതലായിരിക്കും ഇതിനപേക്ഷിച്ച്. മോണോഗാമസ് സ്പീഷീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ മനുഷ്യരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും മിക്സായിട്ട് കാണത്, അല്ലാതെ എല്ലാവർക്കും ഈ വിരൽ വലുതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഒരേ ലെവലിലോ ആയിരിക്കില്ല. ചിലരുടെ നീളം കൂടുതലായിരിക്കും, ചിലതിൻ്റെ നീളം കുറവായിരിക്കും. അല്ല, അതിന് വേറെയും പല അർത്ഥങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എനിക്കൊരു കുടുംബകലഹ ഉണ്ടാക്കാൻ ആഗ്രഹമില്ല, പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി ഞാൻ നേരത്തെ ഒരു വികാരത്തിൻ്റെ കാര്യം പറഞ്ഞു, റൊമാൻറ്റിക് ലവ്, പ്രണയം, അതല്ലെങ്കിൽ കുട്ടികളോടുള്ള ഇഷ്ടം. അതുപോലെ മറ്റൊരു വികാരമുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട്. അതെന്താ വെച്ചാൽ സെക്ഷുവൽ ജലസി. തങ്ങളുടെ എണ്ണ വേറൊരു പുരുഷൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്നത് ആണുങ്ങൾക്കായാലും ഇഷ്ടമല്ല, പെണ്ണുങ്ങൾക്കായാലും ഇഷ്ടമല്ല, അല്ലേ? അത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം താൻ ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് തൻ്റെ എനർജി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള റിസ്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സെക്ഷൽ ജലസി ഇവോൾവ് ചെയ്യുന്നത്, മെയ്റ്റ് ഗാർഡിങ് അതിന് കോൺസിക്വൻ്റ് ആയിട്ട് വരുന്നത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മളുടെ പാർട്ട്ണർ അയാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ അയാളുടെ എല്ലാ എന്താ പറയുക റിസോഴ്സസും ആ ഒരു സ്ത്രീയിലേക്കും അവരിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഡൈവേർട്ടായി പോയാലോ എന്നുള്ളൊരു ടെൻഷൻ വരുന്നുണ്ട്. പോയിൻ്റ് ഇതൊന്നുമല്ല. ഓക്കെ, സെക്ഷൽ ജലസി അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം രണ്ട് രീതിയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന പ്രധാന പോയിൻ്റ് ഇതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യ പോളിഗാമസ് ആണെന്നാണല്ലോ പറയുന്നത്, ഒരു പോളിഗാമസ് സ്പീഷീസിനകത്ത് എന്തിനാണ് സെക്ഷൽ ജലസി? നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാ, ഒരു പോളിഗാമസ് സ്പീഷീസിനകത്ത് എന്തിനാണ് പ്രണയം? പ്രണയം ഒരു പോളിഗാമസ് സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. പോളിഗാമസ് സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എണ്ണ കുട്ടീൻ്റെ ആക്കുക, അടുത്ത എണ്ണ അടുത്തേക്ക് പോവുക, കുട്ടീൻ്റെ ആക്കുക, അടുത്ത എണ്ണ അടുത്തേക്ക് പോവുക, കുട്ടീൻ്റെ ആക്കുക. പക്ഷേ പ്രണയം അവിടെ ഉണ്ടെങ്കിൽ എന്താ, പോകാൻ പറ്റില്ലല്ലോ ഇയാളെ വിട്ട്. അപ്പോൾ ഈ വികാരങ്ങളൊക്കെ വെറുതെ ഉണ്ടായി വരുന്നല്ല, അത് എവല്യൂഷൻ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, എവല്യൂഷൻ ഈസ് സ്മാർട്ടർ ദാൻ യു തിങ്ക് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതായിട്ടൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എവല്യൂഷൻ. നമ്മളെക്കാട്ടും നന്നായി അതിനറിയാം എന്താണ് ഒരു സ്പീഷീസിന് നല്ലത് എന്നുള്ളത്. ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ആദ്യമേ പറയുന്നുണ്ടല്ലോ
മൈത്രേയൻ ടോക്കിൽ പറയുന്നില്ലേ 50,000 കോടി ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഞാനൊരു പുസ്തകം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. റോബിൻ ഡൻബാർ എഴുതിയ എവല്യൂഷൻ വാട്ട് എവരി വൺ നീഡ്സ് ടു നോ എന്ന് പറയുന്ന പുസ്തകം. അപ്പം അതിനകത്ത് ആൾ പറയുന്നു, ഓൾദോ ഇറ്റ് ഈസ് certainly true that some romantic relationships can last a lifetime, humans are not, strictly speaking, monogamous. Set against the lifelong monogamy of species like the Klipsinger antelope or the gibbons, night monkeys and titters, humans make a poor showing. നമ്മളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചില ജീവികൾ വളരെ ലോയലായിട്ടുള്ള, വളരെ എന്താ പറയുക, ലൈഫ് ലോങ് ചിലപ്പോൾ ഒറ്റ പാർട്ണർ മാത്രമായിട്ടുള്ള ജീവികളുണ്ടാവും. അതല്ലാതെ തന്നെ ഇപ്പോൾ സീരിയൽ മോണോഗമി ആണെങ്കിൽ തന്നെ ആ പാർട്ട്നേഴ്സിനോട് അത്രയും ലോയലായിട്ടുള്ള ജീവികളുണ്ട്. ഈ പറഞ്ഞ ക്ലിപ്സിങ്ങർ, ആൻറ്റിലോപ്പ്, ഗിബൺസ്, നൈറ്റ് മങ്കീസ്, ടിറ്റീസ് ഒക്കെ. അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ മനുഷ്യന്മാർ അത്രയ്ക്കും വിശ്വസ്തരാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എന്താണ്, ചില റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ദാറ്റ് ക്യാൻ ലാസ്റ്റ് എ ലൈഫ് ടൈം എന്നാണ് പുള്ളി പറയുന്നത്. അംബാനിയുടെ കേസ് അതായിക്കൂടെ? അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാന്നുള്ളത്, ഇപ്പോൾ മീശമാധവൻ സിനിമയ്ക്കകത്ത് എനിക്ക് മൈത്രേയനോട് പറയാനുള്ളത്, അത് മീശമാധവൻ സിനിമയ്ക്കകത്ത് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഈപ്പൻ പാപ്പച്ചി. അപ്പോൾ അവിടെ ദിലീപിൻ്റെ ക്യാരക്ടറിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് സലീം കുമാറിൻ്റെ ക്യാരക്ടർ വരും. അപ്പോൾ ഈപ്പൻ പാപ്പച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്നെ നിയമം പഠിപ്പിച്ച് വളർത്താൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ വക്കീൽ, സലീം കുമാറിൻ്റെ വക്കീൽ കഥാപാത്രം പറയും, നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കാൻ വേണം സാറേ എന്ന്. ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് സയൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയരുത് മനുഷ്യർ പോളിഗാമസ് ആണെന്നുള്ള. പറയുന്നതിനെ കൃത്യമായിട്ട് പറയുക, ഇങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ഇന്നതാണ് അതിൻ്റെ ന്യായങ്ങൾ. കാരണം ഇവിടുത്തെ തലമുറ ചെറുപ്പക്കാർ പുസ്തകം വായിക്കുന്നവരാണ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു. പക്ഷേ അതിൽ അദ്ദേഹം തന്നെ, മൈത്രേയൻ തന്നെ പറയുന്നുണ്ട്, ഒരു 18 വയസ്സ് വരെ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു കഴിഞ്ഞത് കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുടുംബത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ അവർ പിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്, ഒരു കുട്ടി വലുതായി വരുന്നത് വരെ അച്ഛനും അമ്മയും ആ കുട്ടിയുടെ കൂടെ തന്നെ വേണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? അല്ല, അത് തന്നെയാണ് അതിനകത്ത് പോയിന്റ്. ആ ഒരു ഉത്തരവാദിത്ത ബോധം, അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മറ്റ് എന്താ പറയുക, എയ്പ്സിനെ മാമൽസിനൊക്കെ അപേക്ഷിച്ച് കുട്ടികളെ സ്വന്തം കുട്ടികളാണ്. ഒന്നാമത് സ്വന്തം കുട്ടികളാണെന്നുള്ള ഉറപ്പ് വേണം, പിന്നെ സ്വന്തം കുട്ടികൾ സ്വന്തം ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ബോധം. അതുണ്ടായിരുന്നുകൊണ്ടാണ് മനുഷ്യർ നീ നേരത്തെ സയൻറ്റിസ്റ്റ് പറഞ്ഞതുപോലെ മറ്റ് എയ്പ്സിൽ നിന്നും മറ്റ് മാമൽസിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തരാകുന്നത് അല്ലേ. ഇപ്പോൾ മൈത്രേയനൊക്കെ കുട്ടികളെ വളർത്തി വലുതാകുന്നവരെ ഒരു നിയമം, അംബാനിക്ക് വേറെ നിയമം അങ്ങനെയില്ലല്ലോ. എന്താ അംബാനിയുടെ കുട്ടികൾക്ക് വിലയില്ലേ? ഓക്കെ, ഈ ഭാഷാശാസ്ത്രജ്ഞർ, ലിംഗ്വിസ്റ്റിക് വിദഗ്ധരും ഫോണറ്റിക് വിദഗ്ധരും പറയുന്ന ഒരു കാര്യമുണ്ട്. ലാംഗ്വേജിൽ ആദ്യം വന്നത് അങ്കിൾ എന്ന വാക്കാണ്, പിന്നീടാണ് അച്ഛൻ വന്നത്. അപ്പോൾ അത് തന്നെ അത് അംഗീകരിക്കപ്പെടാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് തെറ്റല്ലേ? കാരണം ഒരു കമ്മ്യൂണിൽ ആദ്യം ആണും പെണ്ണും ഇടകലർന്ന് വസിച്ച് അവർ മക്കളെ ഉണ്ടാക്കുന്നു. മക്കൾക്ക് അച്ഛനാരെന്നറിയില്ല, അവർ വേട്ടയാടി ജീവിച്ചിരുന്നവർ തന്നെയാണ്. പിന്നെ അഗ്രികൾച്ചർ ഉണ്ടായപ്പോഴാണ് സ്വത്തുണ്ടായതും കൂടുതൽ ധാന്യം ഉണ്ടായപ്പോഴും പണിയെടുക്കുന്നവർ ഒരാളെ തിരഞ്ഞെടുത്തു, നീ എൻ്റെ മക്കളെ മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുള്ള എക്കണോമിക്കൽ ഇത് വന്നപ്പോഴാണ് ഇത് മാറിയത്. അപ്പോൾ മനുഷ്യൻ തുടക്കം മുതൽ ഹണ്ടേഴ്സും ഗ്യാതറേഴ്സും ആയിരുന്നപ്പോഴും ഒരിക്കലും അവർ മോണിഗാംസ് ആയിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഷാശാസ്ത്രജ്ഞർ പറയും മുഴുവൻ ശുദ്ധ വിഡ്ഢിത്തരാകണം. പിന്നെ എന്താണ് നമ്മളിപ്പോൾ പ്രിവെയിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ മനസ്സുകൊണ്ട് മോണോഗാമസ് ആണോ പോളിഗാമസ് ആണോ? ഞാൻ എന്താണ്, ഞാനിപ്പോൾ എനിക്കൊരു ഭാര്യയേ ഉള്ളൂ, പക്ഷെ ഞാൻ മനസ്സുകൊണ്ടാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റ് സാമൂഹ്യ സാമ്പത്തിക കാര്യം കൊണ്ട് നീ എന്തായി എന്നുള്ളത് ടോട്ടലി ഡിഫറെൻറ്റ്. നല്ല ചോദ്യം. ഞാൻ ഈ ടോക്കൊക്കെ അവതരിപ്പിക്കുന്നു, ഞാൻ ഈ വിഷയം എടുത്തതെല്ലാം എവല്യൂഷണറി സൈക്കോളജിസ്റ്റുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഞാൻ കാണിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഡേവിഡ് ബസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്
നമുക്ക് ഭാഷ ഉണ്ടാകുന്നതിന് മുന്നേ, നമുക്ക് സംസ്കാരം ഉണ്ടാകുന്നതിന് മുന്നേ, നമ്മൾ നായാടിയും വേട്ടയാടിയും നടന്നിരുന്ന കാലം തൊട്ടേ മനുഷ്യർ മോണോഗമസ് ആയിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാവണം, ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാവണം. അപ്പം ഞാൻ ഭാഷാശാസ്ത്രജ്ഞരെക്കാളും ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ യോഗ്യർ എവല്യൂഷൻ സൈക്കോളജിസ്റ്റുകളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹം പറയുന്നതാണ് ശരിയാവാൻ സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ, സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, സ്വത്തുക്കളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, നമുക്ക് പരമ്പരാഗതമായിട്ട് കൈമാറാൻ സ്വത്തൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ മനുഷ്യരിൽ മോണോഗമി ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവല്യൂഷൻ സൈക്കോളജിസ്റ്റുകൾ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ആധികാരികമായിട്ട് എടുക്കുന്നത്. പതിവ് പോലെ മൃദുലിൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് തലയ്ക്കകത്ത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ ആണ് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നം പറയുന്നുണ്ടല്ലോ. ഇപ്പം ഈ എവല്യൂഷൻ ഓഫ് ഈ തിങ്, ഇപ്പം അഗ്രികൾച്ചറൽ സൊസൈറ്റി ടു IT, അല്ല ഇൻഡസ്ട്രിയൽ ദെൻ ടു IT. അപ്പോൾ ഈ IT എത്തുന്നത് വരെയും ഒരു ജെൻഡർ സബ്മിസീവായിരുന്നത് കൊണ്ട് മാത്രം സർവൈവ് ചെയ്തതല്ലേ മോണോഗമി എന്നുള്ള ഒരു സംഗതി. അതിപ്പോൾ മൃദുലും സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടു കൂട്ടർക്കും എനിക്ക് ചോദ്യം മനസ്സിലായി. പുരുഷൻ്റെ താല്പര്യമല്ലേ ഏത് മോണോഗമി എന്നുള്ളത്? അല്ല, അത് ആൻസർ ചെയ്തു. ഇതിനകത്ത് പറഞ്ഞു രണ്ടു കൂട്ടർക്കും താല്പര്യങ്ങളുണ്ട്. അതെ, ഒരു മിനിറ്റ് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീ, ഇപ്പോൾ പുരുഷൻ, ഇപ്പം നമ്മൾ മനുഷ്യരെ വിട്, ഇപ്പോൾ ജീവിവർഗ്ഗങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എത്രയും നെഗറ്റീവ് അത്രയും നല്ലതാണ്. കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാമല്ലോ, അവരുടെ ജീനുകളെ കൂടുതൽ കൂടുതൽ അവർക്ക് കുട്ടികളെ ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പുരുഷനെ കൺസെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉറപ്പ് വേണം ഇയാൾ എനിക്കും എൻ്റെ കുഞ്ഞിനും പ്രൊവൈഡ് ചെയ്യുന്ന ആളായിരിക്കണം എന്നുള്ളത്. അപ്പോൾ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ലോയലായിട്ടുള്ള പുരുഷന്മാരെയാണ് തിരഞ്ഞെടുക്കുക. അതുപോലെ അതല്ല, ഈ പറയുന്ന പോലെ പ്രൊമിസ്കസ് ആയിട്ടുള്ള പുരുഷന്മാരെയാണ് സെലക്ട് ചെയ്യുക. ശരിക്കും പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി പറയുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി അതിനെ വളർത്തി കൊണ്ടുവരാൻ ഈച്ച് സെക്സ്, ഏത് സെക്സാണ്, ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എത്രമാത്രം ടൈം, എനർജി, കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ബേസിലാണ് ഒരു സെക്സിന് തിരഞ്ഞെടുക്കാനുള്ള പവർ കിട്ടുക. എണേനെ മിക്കവാറും ജീവിവർഗ്ഗങ്ങളുള്ള സ്ത്രീകൾക്കാണ് ആ ഒരു പവർ ഉള്ളത്. സ്ത്രീകളാണ് മിക്കവാറും ജീവിവർഗ്ഗങ്ങളിലും ഒരു സ്പീഷീസിൻ്റെ സെക്ഷൽ സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നത്, മേറ്റിംഗ് സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നത്. മനുഷ്യന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാരിൽ പുരുഷന്മാർ കമ്പാരിറ്റീവ്ലി മറ്റ് ജീവിവർഗ്ഗങ്ങളിലെ പുരുഷന്മാരെക്കാട്ടും കൂടുതൽ എനർജി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് അവർ കൂടുതൽ. ഇപ്പം നോക്കി 10 മാസത്തെ ഗർഭകാലം കുട്ടീനെ വളർത്തിക്കൊണ്ടുവരുന്നത് മുലയോട്ടൽ, കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ തന്നെയാണ്. കൂടുതലും അവിടെ സേ ഉള്ളത്, പവർ ഉള്ളത്. അപ്പോൾ ആരായിരിക്കണം തൻ്റെയാണ്, ആർക്കാണ് വഴങ്ങിക്കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ശരിക്കും സ്ത്രീകളുടെ താല്പര്യമാണ് പുരുഷന്മാരുടെ താല്പര്യം എന്നതിനേക്കാളും മോണോഗമി. മനസ്സിലായോ? അപ്പം ഇത് എനിക്കൊരു പുരുഷൻ അത് മനസ്സിലായി. അതാ പറഞ്ഞ ആ ഇക്വേഷൻ മാറിപ്പോയില്ലേ? അതായത് ബ്രെഡ് വിന്നർ ഹോം മേക്കർ എന്നുള്ള ഇക്വേഷൻ ഇപ്പം മാറിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രൊവൈഡറെ ഇപ്പം നോക്കുന്നുണ്ടോ ആവശ്യമില്ല. ദേ ആർ മോർ ഇൻഡിപെൻഡൻറ്റ്. സോ ദേ ക്യാൻ ചൂസ് ബേസ്ഡ് ഓൺ സം അതർ പാരാമീറ്റേഴ്സ്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ജീവിക്കുന്നത് ശിലായുഗ മസ്തിഷ്കമായിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മേക്കപ്പ്, നമ്മളെങ്ങനെയാണ് ഉണ്ടായി വന്നത്, നമ്മളുടെ വികാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി വന്നത്, മനുഷ്യൻ ബൈ നേച്ചർ എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ മോണോഗമസ് ആയി പറ്റൂ, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്, അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ. സയൻസ് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവാണ്, പ്രിസ്ക്രിപ്റ്റീവ് അല്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു, അത് മതങ്ങളല്ലേ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള പ്രിസ്ക്രിപ്ഷൻ നടത്തുന്നത്. സയൻസ് ഒരിക്കലും പ്രിസ്ക്രിപ്റ്റീവ് അല്ല, സയൻസ് ഡിസ്ക്രിപ്റ്റീവാണ്. ഒരു സംശയം, എവല്യൂഷണറി ബയോളജി പറയുന്നത് സോഷ്യൽ മോണോഗമിയാണ്, നോട്ട് നെസസറിലി സെക്ഷുവൽ മോണോഗമി എന്ന്. ഇപ്പം നോക്കിയപ്പോൾ അതിനകത്ത് ഒരു
കൾച്ചറിൻ്റെ കമ്പൽഷൻ കൊണ്ടൊക്കെ ലോങ് ടേം പെയർ ബോണ്ടിങ് പോസിബിളാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ആയിട്ട് നോക്കുമ്പോഴുള്ളതും അങ്ങനെയുള്ള ഹോർമോൺസ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നെസസറിലി സെക്ഷൽ മോണോഗമി. അതിനോട് യോജിക്കുന്നുണ്ടോ? അതൊന്ന്. പിന്നെ ഈ എവല്യൂഷണറി ബയോളജി, ഇപ്പം റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര കോൺട്രവേഴ്സ്യലായി. ഇപ്പം നമ്മൾ ഈ യുക്തിവാദി ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു തർക്കമുണ്ടല്ലോ, പ്യുവർ സയൻസ് പറയരുത്, അതിനകത്തൊരു ഹ്യൂമെയിൻ ആസ്പെക്റ്റ് വേണം. ഡോക്കിൻസ് പറയുന്നത് ട്രാൻസ് വിമൻ ആർ നോട്ട് വിമൻ. ഇപ്പം അതും കൂടെ ഇത് രണ്ടും ഒന്ന് ടച്ച് ചെയ്താൽ കൊള്ളാം. അതൊരു വലിയ കോൺട്രവേഴ്സി ആയി. ഇപ്പം ഇയാൾക്ക് ഹ്യൂമനിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡൊക്കെ വിഡ്രോ ചെയ്തു. അപ്പം അതിനെപ്പറ്റി ഒന്ന് നമ്മളെപ്പോഴും ഞാനൊരിക്കലും ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ നേരെ ഗൂഗിൾ സെർച്ച് ചെയ്യുമോ അല്ലെങ്കിൽ വിക്കിപീഡിയ സെർച്ച് ചെയ്യുമോ അതല്ലെങ്കിൽ ചാറ്റ് GPT ജെമിനിയോ അങ്ങനത്തെ AI ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം ഈ പറയുന്ന സെർച്ച് എൻജിൻസ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്ലാറ്റ്ഫോംസ് ആയാലും അവർക്ക് അവൈലബിൾ ആയിട്ട് എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അവർ അത് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുക. ഈ സോഷ്യൽ മോണോഗമി എന്ന് പറയുന്ന വാക്കൊന്നും എവല്യൂഷൻ സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യാറില്ല. ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു 6 പുസ്തകം കാണിച്ചു തന്നല്ലോ, അതിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കി ഇങ്ങനൊരു വാക്കുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ഫീൽഡിനകത്ത് ഇവരെന്താണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിന് പുറത്തുള്ള ആൾക്കാർ പലതും പറയുന്നുണ്ടാവും, അവർ പല ടേംസും യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാനത് ഇപ്പോൾ സോഷ്യൽ മോണോഗമി എന്ന് പറയുന്ന വാക്കില്ലേ, എനിക്കതറിയില്ല എന്താ സാധനം പോലും. പിന്നെ ഡോക്കിൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ട്രാൻസ് വുമൻ ആർ നോട്ട് വുമൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ, അതൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് എന്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞാലും പണി കിട്ടും. ഞാൻ സയൻസ് എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ പറയുക. പക്ഷെ അതൊരു രാഷ്ട്രീയ ടൂളായിട്ട്, പൊളിറ്റിക്കൽ ടൂളായിട്ടൊന്നും യൂസ് ചെയ്യരുത്. അത് നമ്മൾ സത്യം മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ടൂൾ മാത്രമാണ്. അല്ലാതെ അതൊരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഈ മതങ്ങളിൽ നിന്നുള്ള ശീലമാണത്. അപ്പോൾ മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ രാഷ്ട്രീയ എല്ലാ വ്യവസ്ഥയും അതിനൊക്കെ നിഷ്കർഷിക്കുന്ന ഒരു സാധനമാണല്ലോ. സയൻസ് അങ്ങനെ, സയൻസ് സത്യം കണ്ടുപിടിക്കാനുള്ള, സത്യം മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ്. അല്ലാതെ സമൂഹം കെട്ടിപ്പടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയുന്ന ഫൈൻഡിങ്സൊക്കെ നമ്മൾ സത്യം മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. അല്ലാതെ മനുഷ്യൻ മോണോഗമസ് ആയതുകൊണ്ട് മോണോഗമസ് ആയിട്ട് തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ പോളിഗമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തല്ലിക്കൊള്ളണം, അതൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ലത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ട്രാൻസ് വുമൺ ആർ നോട്ട് വുമൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു സ്ട്രിക്ട്ലി ഒരു സയൻറ്റിഫിക് വ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് ബയോളജിസ്റ്റുകൾ നിർവചിക്കുന്ന പല കാര്യങ്ങളും ഒരു ട്രാൻസ് വുമൺ ഉണ്ടാവില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ട്രാൻസ് വുമൺ ഒരു സ്ത്രീയല്ല എന്ന് ആൾ പറയുന്നതിൽ സയൻറ്റിഫിക്കലി തെറ്റൊന്നുമില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിന് എന്താ പറയുക, പൊളിറ്റിക്കലായുള്ള കുറേ മാനങ്ങളുണ്ടാവും. അപ്പോൾ ഈ പൊളിറ്റിക്കൽ മാനങ്ങൾ പേടിച്ച് ഇയാൾ സയൻസ് പറയാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പുള്ളി ഒരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു ശാസ്ത്രവാദിയല്ല, അന്ധമായ സയൻസ് ഭക്തനുമല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു വിഷയത്തിലൊരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ട്രാൻസ് വിമൺ അല്ല സയൻറ്റിഫിക്കലായിട്ടെന്ന് പറഞ്ഞത്. ജനറ്റിക്കായിട്ട് ചിലപ്പോൾ പുരുഷനായിരുന്ന അല്ലെങ്കിൽ പൂർണ്ണ പുരുഷനല്ലാതിരുന്ന ഒരു വ്യക്തിയെ സയൻസ് തങ്ങളുടെ മാർഗങ്ങൾ ഉപയോഗിച്ച്, മെഡിക്കൽ മാർഗങ്ങൾ ഉപയോഗിച്ച് സ്ത്രീയാക്കി മാറ്റിയതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സയൻറ്റിഫിക്കലായിട്ട് എങ്ങനെ അത് സ്ത്രീയല്ല എന്ന് പറയും? ബയോളജിസ്റ്റുകൾ ഒരു പുരുഷനെ സ്ത്രീയും ഏത് ജീവവർഗമാണെങ്കിലും പുരുഷനെ സ്ത്രീയും നിർണ്ണയിക്കുന്നത് അഡൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സിൻ്റെ ബേസിലാണ്. സ്പേമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയിൽ, എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീമെയിൽ. അതാണ് അതിൻ്റെ മാനദണ്ഡം. ക്ലിയർ അല്ലേ?